ഹായ്, ഇപ്പോൾ സമയം 6:30. ഇവിടെ നല്ല ഇരുട്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു 8 മണിയൊക്കെ പോലെയാണ് ഇവിടെ. ഇന്ന് ഈ രാത്രി മാൾ റോഡൊന്ന് കയറാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അതിന് ജീപ്പോ കാറോ അങ്ങനെയൊന്നും എടുത്തൊന്നുമില്ല. പിന്നെ എളുപ്പ വഴി, ഒരു മല കയറണം. 1.5 കിലോമീറ്റർ നടക്കണം. മലയിൽ നല്ല കയറ്റമാണ്. 1.5 കയറ്റമാണ്. കൂടെ പട്ടിശല്യമുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തി. ഒരു യൂറോപ്യൻ കൺട്രിയിലെ ഒരു സ്ട്രീറ്റിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളും അവിടെ എന്തോ ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. ഈ സമയത്ത് നിറയെ ആളുകളുണ്ട്. രാത്രി ഒരുപാട് കച്ചവടക്കാരുണ്ട്. പലതരത്തിലുള്ള കച്ചവടങ്ങളും ഉണ്ട് അവിടെ. നല്ല ഫോഗായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ കരകൗശല വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ വയ്ക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്തുവാണ് അവിടെ നടക്കുന്നത്. അപ്പം അതൊക്കെ കണ്ടങ്ങനെ നടക്കുവാണ്. 1 മണിക്കൂർ കൊണ്ട് ആ കയറ്റം കയറിയതിൻ്റെ നല്ലൊരു തളർച്ചയുണ്ട്, നല്ല വിശപ്പുമുണ്ട്. അങ്ങനെ നടന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു വൈൻ ഷോപ്പ് കണ്ടു. കയറി നോക്കി. എല്ലാതരം ബ്രാൻഡിലെ മദ്യങ്ങളും ഇവിടെ കിട്ടും. ഇതിൻ്റെ റേറ്റൊന്നും അറിയാൻ വയ്യ. അതിനാരും ചോദിച്ചൊന്നുമില്ല. നല്ല തിരക്കായിരുന്നു ഞാൻ പോയപ്പോൾ. അങ്ങനെ തിരിച്ചിറങ്ങി വീണ്ടും നടന്നു. നടക്കാൻ ഒരുപാടുണ്ട് ഇവിടെ. നടന്ന് കാണാൻ ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഡാർജിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ആണല്ലോ ഫേമസ്. അപ്പോൾ ടീ പൗഡറിൻ്റെ ഒരുപാട് കളറുണ്ട്. ഇവിടെ ചായക്ക് റേറ്റ് 30 രൂപ, ചിലയിടത്ത് 40 രൂപ, ചിലയിടത്ത് 20 രൂപ, അങ്ങനെയൊക്കെയാണ്. അത് ഓരോ ചായപ്പൊടിയുടെയും ക്വാളിറ്റി അനുസരിച്ച് മാറും. നല്ല വിശപ്പ് കാരണം വഴിയരിയിലൊരു കുട്ടിയുടെ ഒരു മൊമോസ് കട ഉണ്ട്. ചെറിയൊരു മൊമോസ് കട, 100 രൂപ. അതൊന്ന് വാങ്ങിച്ച് കഴിച്ചു. നല്ല മൊമോസായിരുന്നു. നല്ല എരിവുള്ള ഡിപ്പും എല്ലാമായിട്ട് അതും കഴിച്ചങ്ങ് നടക്കുകയാണ്. മെയിനായിട്ട് ഇനി കാണേണ്ട ഒരു സ്ഥലമുണ്ട്. ഗ്ലാനറി എന്ന് പറഞ്ഞൊരു ബേക്കറി. 1800 കാലഘട്ടങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച ബേക്കറിയാണ്. ഇപ്പോഴും അതേപോലെ തന്നെ അതേ വിഭവങ്ങളുമായിട്ട് കൊണ്ടുപോവുകയാണ് അവിടെ. കേക്കുകളും പലതരത്തിലുള്ള ബേക്കറി ഡിഷസ് എല്ലാം അവിടെ ഉണ്ട്. മെയിനായിട്ട് എനിക്കത് കാണാനാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ ചാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫോഗുമാണ്. മുന്നിലുള്ളതൊന്നും കാണാനൊന്നും കഴിയില്ല. നല്ല ഫോഗാണ് അവിടെ. പിന്നെ ഒരുപാട് ടീ ഷോപ്പുകളും ഒരുപാട് സ്വെറ്ററിൻ്റെ കടകളും പലതരത്തിലുള്ള തുണിക്കടകളും എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ നടന്ന് അങ്ങ് പോവുകയാണ്. ഒരുപാട് വഴികളുണ്ട്. എവിടെ നോക്കിയാലും സ്ഥലങ്ങൾ കാണും. ഇതേപോലെ കച്ചവട സ്ഥലങ്ങൾ കാണും. അങ്ങനെ ഞാൻ അവസാനം ആ സ്ഥലം കണ്ടെത്തി, ആ ബേക്കറി കണ്ടെത്തി. ലുക്ക് ഒരു രക്ഷയില്ല. കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പഴയ അതേ ടച്ച് ഇപ്പോഴും ആ ഒരു ഹോട്ടലിലുണ്ട്. ഒരു യൂറോപ്യൻ ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അതിനകത്ത് കയറി നോക്കി. ഗ്ലാസ്സിലൂടെ തന്നെ പലതരത്തിലുള്ള കേക്കുകളും പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസ് എല്ലാം കാണാം.
ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഒരുപാട് പേര് പാഴ്സൽ വാങ്ങിച്ച് പോകുന്നുണ്ട്. ആ മഴയും കൂടെ ആയപ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. ആ ഹോട്ടലിലൂടെ കയറി പോകുമ്പോഴും അതിൻ്റെ ആ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴെല്ലാം നല്ല ആ ഫോഗും ആ മഴയുടെ നനവും ഒക്കെ ആയിട്ടൊരു പൊളി ഫീല്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ കയറി ചെറിയൊരു ചായ, നല്ലൊരു മസാല ടീ ഉണ്ടായി തന്നു. ഒരു പ്രത്യേകത, അവിടെ ചായയുടെ പല ഭാഷയിലുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി യൂണിക്കായിട്ട് തോന്നി. പലയിടത്തും ഞാൻ ഇത് കണ്ടിട്ടില്ല. നമ്മൾ ചായയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ആ ചായ എല്ലാം കുടിച്ച് കുറച്ച് കറങ്ങിയിട്ട് മലയിറങ്ങി തിരിച്ചു പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം.